നമസ്കാരം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളും ഒരു കരാറിലേക്കുള്ള എത്തുന്ന ഒരു സാഹചര്യവും അത് നമ്മൾ എങ്ങനെ നമ്മുടെ ഓയിൽ പ്രൈസസിനെ ബാധിക്കും, അതായത് ആഭ്യന്തര വിലയെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വിശകലനമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള വിഷയം. അപ്പോൾ കഴിഞ്ഞ 3 മാസമായി ഏതാണ്ട് ലോകം മുഴുവൻ വലിയ ആശങ്കയിലായിരുന്നു. ഇറാൻ US യുദ്ധം മിഡിൽ ഈസ്റ്റ് മുഴുവൻ അതിനെ ഇമ്പാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ തന്നെ വലിയ തോതിലുള്ള എണ്ണ കപ്പലുകൾ നീങ്ങുന്ന ഹോർമുസ് കടലിടുക്ക്, അതിൻ്റെ നിയന്ത്രണം നമ്മുടെ ഇറാൻ ആണ് വച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള യുദ്ധം കാരണമുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ചരക്ക് മൂവ്മെൻറ്റിന് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും നമ്മുടെ ആഭ്യന്തര വിപണിയെ വലിയതായിട്ട് ബാധിച്ചു. ഏതാണ്ട് $120 വരെയാണ് ബാരലിന് അന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ശുഭ സൂചകമായിട്ട് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പീസ് ടോക്ക് അതിൻ്റെ വക്കത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ചെയർഫുള്ളാണ്. നമ്മുടെ രൂപ ശക്തി പ്രാപിച്ചു. ഓവറോൾ വളരെ ഒരു ചിയർ, ഒരു എക്കോണമിക്ക് ഒരു ചിയർ ഉണ്ടാകുന്ന സാധനം. ഇത് നമുക്ക് എങ്ങനെ ബാധിക്കും? നമ്മുടെ നമ്മുടെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് പെട്രോൾ ഡീസൽ വില അല്ലെങ്കിൽ അതിൻ്റെ വാതക വില ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണല്ലോ നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുന്നത്. ബാക്കിയെല്ലാം ബാധിക്കില്ല എന്നല്ല, നമ്മുടെ രാജ്യത്തിനുള്ള വിദേശ നാണ്യം വെളിയിലോട്ട് പോകുന്നതും മറ്റുമൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അതൊരു ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാധിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാറില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒരുപക്ഷെ ഡെയിലി എന്നുള്ള തോതിൽ യൂസ് ചെയ്യുന്ന പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പാചകവാതകം ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ വിലയിലുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സമാധാന കരാർ, ഹോർമൂസ് കടലിടുക്ക്, അതുകൊണ്ടുണ്ടാകുന്ന ആഭ്യന്തര വിലയിലുണ്ടാകുന്ന മാറ്റം ജനറലി ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു $82-83 താഴ്ന്നിട്ടുണ്ട്. ഇന്ന് ഈ 16-ാം തീയതി നമ്മൾ സംസാരിക്കുമ്പോൾ, ജൂൺ 16-ാം തീയതി 2026 82-83 എന്നുള്ളതാണ് ബാരലിൻ്റെ നിരക്ക്. അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ ഈ വില കുറഞ്ഞ് 120-82 ആയില്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ട് ഭാരതത്തിന് ആ വില കുറച്ചുകൂടാ എന്നുള്ളതാണ് അടുത്ത ചോദ്യം, ഇല്ലേ? നമുക്ക് വാങ്ങിക്കുന്നതിൻ്റെ വില. അപ്പോൾ അതൊരു മിസ്നോമറാണ്. നമുക്ക് പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ US യൂറോപ്പോ ഒക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള വില കൂടുകയും അതുപോലെ കുറയുകയും ചെയ്യും. ഭാരതത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കുറെ കൂടെ മോണിറ്റേർഡ് ആണ്, കൺട്രോൾഡ് ആണ്. ഗവൺമെൻറ് അതിനകത്ത് ഇൻ്റർവെൻഷൻ ഉണ്ട്. കാരണം ഇത്രയും പേരുള്ള ആളുകളെ ബാധിക്കുന്നതുകൊണ്ട് പ്യുവർലി മാർക്കറ്റ് ഫോഴ്സിനെ വിട്ടുകൊടുത്തല്ല ഈ പറയുന്ന വില നിർണ്ണയം. നമുക്കറിയാം, ഈ UPA ഭരണകാലത്ത് വില 120 ആയിട്ടും ഏതാണ്ട് 70കളിലായിരുന്നു നമ്മുടെ വിലയെന്നും അത് ഗവൺമെൻറ് അബ്സോർബ് ചെയ്തെന്നും ഒക്കെ നറേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ, ഈ ഓയിൽ മാർക്കറ്റിംഗ് OMCs എന്ന് പറയും, ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ഡെഫിനറ്റ് ആയിട്ടുണ്ട അല്ലെങ്കിൽ ലോസ് ഉണ്ടായിട്ടുള്ള സമയത്ത് ഗവൺമെൻറ് ഒരു ബോണ്ട് എടുത്തു കൊടുത്തു. ഓയിൽ ബോണ്ട് കൊടുത്തു. ആ ഓയിൽ ബോണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം വരെയുള്ള റീപേയ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് സബ്സിഡൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്താണ് ഈ സബ്സിഡൈസ് ചെയ്തിരുന്നത് ഗവൺമെൻറ്. ഇതൊന്നും നിലനിൽക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ ഈ NDA ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തതെന്താ പറഞ്ഞാൽ, എന്താണ്ട് ഭാഗ്യത്തിന് ഓയിൽ പ്രൈസസ് കുറയുകയും, എന്നാൽ ആ ഓയിൽ പ്രൈസസിൻ്റെ കുറവ് ഈ പറയുന്ന മാർക്കറ്റിലേക്ക്
നൽകാതിരിക്കുകയും ചെയ്ത ഒരു വൈസായിട്ടുള്ളൊരു എക്കണോമിക് ഡിസിഷനാണ്. ആ എക്കണോമിക് ഡിസിഷൻ എന്നുള്ളത് നമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും പണം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, ആ ഡെഫിസിറ്റിന് വേണ്ടി തിരിച്ച് പറയാനുള്ള അല്ലെങ്കിൽ തിരിച്ച് അടയ്ക്കാനുള്ള ഒരു വിഭവ സമാഹരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചടയ്ക്കണമായിരുന്നു. അപ്പം ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ സാഹചര്യവും. ഇന്ന് ഏറ്റവും കുറഞ്ഞ തോതിൽ പ്രൈസ് ഇൻക്രീസ് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഭാരതമാണ്. എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏതാണ്ട് 3-4 രൂപ വെച്ച് ലിറ്ററിന് വേണ്ട എന്ന് വെക്കുകയും അത് ഓയിൽ കമ്പനീസിൻ്റെ പ്രൈസസിലായിട്ടുണ്ട്. അപ്പം നിയന്ത്രിതമായിട്ട് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് സഹായിച്ചു. പക്ഷേ ഏതാണ്ട് ദിനം പ്രതി 1000 കോടി രൂപയുടെ നഷ്ടങ്ങളാണ് ഈ പറയുന്ന ഒരു ഓയിൽ കമ്പനീസിനുണ്ടായിട്ടുള്ളതെന്നാണ് കണക്ക്. പാചകവാതത്തിൻ്റെയും കൂടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ 1,20,000 കോടി രൂപയുടെ മറ്റോ നഷ്ടം ഇവർക്കുണ്ടായിട്ടുണ്ട്. അപ്പം നാച്ചുറലി അത് തിരിച്ചു പിടിക്കാനുള്ളൊരു അവസരം ഈ കമ്പനി ആകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ആകട്ടെ, അത് വേണ്ട എന്ന് വയ്ക്കണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഉണ്ടാകുന്ന എന്താ പറയുന്ന ഒരു ബാഡ് എക്കണോമിക് പോളിസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വെടിനിർത്തൽ നടന്നു. അപ്പോൾ ഒരു പീസ് അക്കോർഡ് വരുന്നു. 19-ആം തീയതി മറ്റോ ആണ് ഫിസിക്കലി സൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ട്രംപ് എന്നുള്ളൊരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആ ടെന്യൂറിൽ ഉണ്ടായിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് നോക്കുകയാണെങ്കിൽ ഇത് എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വളരെ അധികം സംശയിക്കണം. അപ്പം ഷോർട്ട് ടേമിൽ ഇത് വലിയൊരു ഗുണം ചെയ്തെങ്കിലും ഒരു ലോങ് ടേം ഇത് നിലനിൽക്കുമോ? കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അതുപോലെ തന്നെയാണ്. ഇറാൻ ഇന്ന് ആണവായുധ യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ പുറമെ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അമേരിക്ക അല്ല, ഞങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് രാജ്യമാണ്, ഞങ്ങളുടെ ആഭ്യന്തര സെക്യൂരിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതൊരു അറ്റാക്കിനെയും റിട്ടാലിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീഎംപ്റ്റീവായിട്ട് ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലോങ് ടേം ആയിട്ട് എണ്ണയുടെ വില ഇങ്ങനെ നിയന്ത്രിതമായി നിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇനിയും താഴോട്ട് പോകുമെന്നോ എന്നൊന്നും നമുക്ക് വിചാരിക്കാനൊക്കില്ല. എന്തായാലും താത്കാലികമായിട്ടൊരു ഷോർട്ട് ടേമിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അത് ഇമ്മീഡിയറ്റ് ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസം നമുക്കില്ല. അങ്ങനെ ആഗ്രഹിക്കുകയും വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ രണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഓയിൽ എക്കോണമി അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കുന്ന കൺട്രീസ് മുഴുവൻ ഒരു 2030 ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വലിയ ഇടിവ് ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ UAE ഒപ്പെക്കിൽ നിന്ന് വിട്ടുമാറി. കാരണം ഈ പറയുന്ന വിലയുടെ നിയന്ത്രണമുണ്ട് ഒപെക് കൺട്രീസിൽ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ നിയന്ത്രണമുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എത്ര ഓയിലുണ്ട് അതെത്ര കുഴിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിനെ എത്ര ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ എത്ര എക്സ്പോർട്ട് ചെയ്യണം, അത് എന്ത് പ്രൈസിന് എക്സ്പോർട്ട് ചെയ്യണം, ഇതൊന്നും ഒരു ഇൻഡിവിജ്വലായിട്ടൊരു കൺട്രിക്ക് ഒരു കാർട്ടലിനകത്തിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം UAE വിചാരിക്കുന്നത് ഒരു പക്ഷേ 2030 അവരുടെ എണ്ണശേഖരം വിറ്റഴിച്ചിട്ടില്ല എങ്കിൽ സബ്സ്റ്റാൻഷ്യലി അതിൻ്റെ ഡിമാൻഡ് വളരെയധികം താഴെ പോകും. കഴിയുമ്പോൾ ഇപ്പം തന്നെ ഭാരതത്തിന് ഏതാണ്ട് 7-8% വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസായി മാറിക്കഴിയും. ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരു പക്ഷേ ആ ഒരു തലത്തിലേക്ക് പോകും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആറ്റമിക് എനർജി റിയാക്ടേഴ്സ്, ചെറിയ റിയാക്ടേഴ്സ് കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെ വളരെ അധികം നിയമങ്ങൾ മാറ്റി പാസ്സാക്കി അപ്പോൾ എനർജി എഫിഷ്യൻസി നമ്മൾ കൂട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് ഒരുപക്ഷെ മുഖം നഷ്ടപ്പെട്ടത് US ആണെങ്കിൽ ഇതുകൊണ്ട് പണം ഉണ്ടാക്കിയത് ട്രംപാണ് എന്നാണ് പരക്കെയുള്ളവർ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വെൽത്ത് വളരെയധികം കൂടി. അദ്ദേഹം അതിൻ്റെ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരും പണം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്. അപ്പം ഈ യുദ്ധം ആർക്ക് വേണ്ടിയായിരുന്നു, എന്തിനാണ് ഈ പറയുന്നൊരു നാണംകെട്ട ലെവലിലേക്ക് ആ രാഷ്ട്രത്തിനെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതിനൊന്നും ഒരു ഇതില്ല. നാളെ ഇത് ആയിക്കൂടാന്നില്ല. ഒരുപക്ഷെ ഇതൊരു അവരുടെ ഡിഫൻസ് മെക്കാനിസം റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പല സഖ്യരാഷ്ട്രങ്ങളും എതിർപ്പ് പറഞ്ഞെങ്കിലോ, കാരണം അമേരിക്ക ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അവരുടെ അമേരിക്ക ബേസ് ഈ പറയുന്ന കുവൈറ്റിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ ഉള്ള ബേസിനെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്.
അപ്പോൾ അവരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് അതിന് ലോങ് ടേം ഒരു ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിലക്കിഴിവ് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കും വേണമെന്നില്ല. ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് ഒരു ക്വാർട്ടറെങ്കിലും ഈ പറയുന്ന പണം റിക്കവറി ചെയ്ത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനും റിഫൈനറീസിനും ഒക്കെ ഈ ലോസസ് അവർക്ക് റിക്കവർ ചെയ്യാനുള്ളൊരു സമയം എന്തായാലും ഗവൺമെൻറ് കൊടുക്കും. അത് കൊടുത്തേ പറ്റുള്ളൂ. നാച്ചുറലി ഇതൊരു ഒരു പീരീഡ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു ഒരു ഡെഫിനറ്റായിട്ടും ഒരു ഒബ്സർവേഷൻ ഫേസും കൂടെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഈ നെക്സ്റ്റ് വരുന്ന ക്വാർട്ടറിൽ വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവില്ല. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രൈസസ് താഴാം. നമ്മൾ ഡയറക്റ്റ് പർച്ചേസസ് UAE നിന്നുണ്ടാകാം. റഷ്യൻ ഓയിൽ കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ ഒരു റീറ്റെയിൽ പ്രൈസസിൽ ഒരു മോഡറേഷൻ വരണമെങ്കിൽ ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് ഒരു ലോങ് ടേം ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോർകാസ്റ്റ്. താങ്ക് യു.